വിളിക്കുന്നത്. ഇപ്പോൾ ടി ജി സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, വലിയ വിമർശനം കോൺഗ്രസിനകത്ത് നിന്ന് ഉയരുന്നു. പല നേതാക്കളും അത് പരസ്യമായി തന്നെ ഉയർത്തിക്കാണിക്കുന്നു. ഹൈക്കമാൻഡിനും വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ചെന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അപ്പോഴുമൊക്കെ തരൂർ ഈ വിഷയത്തെ തുടർച്ചയായി പ്രതികരണത്തിന് തയ്യാറായിരുന്നു. തിരുത്താനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് മറ്റു പാർട്ടി നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നൊരു ഘട്ടത്തിൽ സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ഹൈക്കമാൻഡ് വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നു, കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിക്കുന്നു. ഒരു പക്ഷേ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതിലിപ്പോൾ തരൂരിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നതാകാം ഹൈക്കമാൻഡ് സ്വീകരിക്കാൻ പോകുന്ന നയമെങ്കിൽ പോലും ഇനി ഇത്തരം പരസ്യ പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരില്ലേ? അദ്ദേഹം തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുന്ന, അതിപ്പോൾ മലയാളമാകട്ടെ ഇംഗ്ലീഷ് ആകട്ടെ പല ഭാഷാ പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വരാറുണ്ട്. അതിൽ നിന്നൊക്കെ പിന്മാറേണ്ട ഒരു സാഹചര്യവും നമുക്ക് മുന്നിൽ കാണുന്നില്ലേ? തീർച്ചയായും അത് കാണണം. കാരണം തരൂരിനെ അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തും ചെയ്യാനൊരു സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക എന്നതല്ല, മറിച്ച് അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാട്. തരൂർ അത് ഉൾക്കൊള്ളുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹം ഇനി കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുമെന്ന ഉറപ്പായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നൽകുക. അത്തരം നിലപാടുകൾ തരൂരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. അതായത് തരൂരിന്റെ ഈ ലേഖനമെടുത്ത രീതികളിൽ നിന്നും, തുറന്നു പറച്ചിൽ രീതികളിൽ നിന്നും പിന്നോട്ട് പോവേണ്ടി വന്നാൽ പോലും തരൂരിന് പക്ഷേ ഇത് രാഷ്ട്രീയ വിജയമാണ്. കാരണം കോൺഗ്രസിനകത്ത് തരൂർ ഒരു നിലപാടെടുക്കുകയും അതിനൊരു അംഗീകാരവും കിട്ടുന്ന സാഹചര്യം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് പശ്ചാത്തലം. സ്വാഭാവികമായും തരൂരിൻ്റെ ഒരു വിജയമായി തന്നെ ഈ നീക്കത്തെ നമുക്ക് കാണേണ്ടി വരും. പക്ഷേ തരൂരിന് തീർച്ചയായും പഴയ പ്രസ്താവനകളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും, തരൂർ തിരുത്തേണ്ടി വരും. നമുക്ക് തീർച്ചയായും തരൂരിൽ നിന്നും അത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദേശീയ തലത്തിൽ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയം, അത് കേരള വിഷയങ്ങളെക്കാൾ അപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട് തരൂർ സ്വീകരിച്ച നിലപാടുകൾ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് BJP ഒക്കെ അത് പ്രതിപക്ഷത്തിനെതിരെ, കോൺഗ്രസിനെതിരെ ആയുധമായി സ്വീകരിച്ച സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിൽ തിരുത്തൽ വരുത്താൻ തരൂർ തയ്യാറാവും. തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ തന്നെ ഇനി അത്തരം പ്രസ്താവനകളുമായി മുന്നോട്ട് പോവാതിരിക്കാൻ തരൂർ പ്രേരിതനാവേണ്ടി വരും. കാരണം ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം അത് തന്നെയാണ്. മറ്റൊന്ന് കേരള സാഹചര്യമാണ്. കേരള സാഹചര്യത്തിലും ഇവിടെ സർക്കാരിനെ താഴെയിറക്കി പുതിയ ഒരു ഭരണത്തിലെത്താൻ UDF നടത്തുന്ന ശ്രമങ്ങൾക്ക് അതിന് കല്ലുകടിയാക്കുന്ന ഒരു നീക്കങ്ങളും ഉണ്ടാവരുത് എന്ന ഉറപ്പ് തീർച്ചയായും തരൂരിൽ നിന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മേടിക്കും. അത് പാലിക്കാൻ തരൂരും ബാധ്യസ്ഥനാവേണ്ടിയും വരും. പ്രത്യേകമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിലനിൽക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഡൽഹിയിൽ ശശി തരൂരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് UDF പൊതുവെ നിരീക്ഷിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് കൃത്യമായും ഉണ്ടാകും. അതേസമയം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തരൂർ എന്നത് ഇപ്പോഴും കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായി നിലനിൽക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴടക്കം അദ്ദേഹം വലിയ തോതിൽ ചർച്ചകളിൽ നിറഞ്ഞു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഉണ്ടാകുമോ എന്ന് സംശയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും തരൂരിന്റെ പേര് തന്നെയാണ് ഉയർന്നു കേട്ടത്. തരൂർ വിജയിക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്.